Oh my god, after so long I'm back in my studio. ഒത്തിരി ഒരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ഉണ്ട്. ഒരു റിലീഫ് ഉണ്ട്. കാരണം കുറേ പ്രശ്നങ്ങൾക്കിടയിലൂടെ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ബട്ട് സ്റ്റിൽ ഐ എം ലൈക്ക് ട്രൈങ് ടു ഹാങ് ഓൺ. എന്തെങ്കിലുമൊക്കെ ഒരു ലൈഫിലൊരു പോസിറ്റിവിറ്റി എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് തന്നെ തുടങ്ങിയത്. ബട്ട് ദെൻ അഗെയിൻ ഐ ലോസ്റ്റ് മൈ ട്രാക്ക് ആൻഡ് നൗ ഐ എം അഗെയിൻ ലൈക്ക് ട്രൈങ് ടു ഗെറ്റ് ബാക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ പോഡ്കാസ്റ്റ് ഓൺ ദിസ് ലിറ്റിൽ ഗായ് RS4. ഇവൻ എന്തിനാ ഞാൻ വാങ്ങിച്ചതെന്ന് അച്ഛൻ എന്നോട് ആദ്യം ചോദിച്ചു. വെറുതെ കാശ് വേസ്റ്റ് ആക്കല്ലേ എന്ന്. കാരണം ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ ഞാൻ, അപ്പോൾ എന്തിനാ ഈ ഒരു ഗിംബൽ വാങ്ങുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും ആ ഒരു സെഷൻ കഴിഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഹാഫ് ആൻ അവർ ഓർ 1 hour ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഐ ക്യാൻ ലൈക്ക് കവർ സം കൈൻഡ് ഓഫ് വീഡിയോസ് ഫോർ ദം. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടികളുടെ എന്തെങ്കിലും ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആനിവേഴ്സറി ആണ്, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, കല്യാണമല്ല ഞാൻ പറയണേ, വേറെ ഏതെങ്കിലും ഒരു സ്മോളർ ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു എക്സ്ട്രാ ഒരു സെഷനും കൂടി ആഡ് ചെയ്താൽ ഐ ക്യാൻ ലൈക്ക് ഗെറ്റ് സം മണി ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഐ ക്യാൻ ഗീവ് ദം എ റിയലി ഗുഡ് കണ്ടൻറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എങ്ങനെയാണ് ഇതൊന്ന് സെറ്റപ്പ് ചെയ്യണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ആദ്യം നമുക്ക് എന്തൊക്കെ അതിൽ വന്നേന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില്ലാത്തൊരു സാധനം ഞാൻ ഓൾറെഡി പുറത്തെടുത്താണ്. ഈ ഒരു എന്താ ഇതിനെ പറയാമെന്ന് എനിക്കറിയില്ല. മറ്റേ ഇതിന് ക്ലിപ്പാണ് ഇതിന് ഇടാറുള്ളത്, ക്യാമറയ്ക്ക് ഇടാനുള്ളൊരു ക്ലിപ്പാണ്. ഓക്കെ, സോ ഇതാണ് ഇതും ഗിംബലിനെയും അറ്റാച്ച് ചെയ്യുന്നത്. സോ നമ്മൾ ടൈറ്റ് ചെയ്യുക, നമ്മുടെ ക്യാമറ എത്ര സൈസിന് വെച്ചിട്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ക്ലിപ്പ് പോലെ ഉണ്ട് ഇതിൽ. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയ ക്ലിപ്പ് ഉണ്ട്, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, മേളിൽ താഴെ ആക്കാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാദ്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് അടിയിലുള്ള ഈ ക്ലിപ്പ് അങ്ങോട്ട് ടൈറ്റാക്കുക. ഓക്കെ, ടൈറ്റാക്കി കഴിഞ്ഞിട്ട് ഈ സാധനം ഇവിടെ സൈഡിൽ വയ്ക്കുക. ഓക്കെ, ആൻഡ് ദെൻ നമുക്കൊന്ന് ഗിംബൽ ആദ്യം സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗിംബൽ RS4. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് മെയിൻ പാർട്ടാണ് അതിൻ്റെ ബാറ്ററി അല്ലേ. അപ്പോൾ ബാറ്ററി നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടാൽ മതി. ഒന്ന് കയറ്റിയിടുക. ഓ യെസ്, ഇവിടെ നമ്മൾ കയറ്റുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തിയിട്ട് വേണം ഇത് ചെയ്യാൻ, പ്രസ് ചെയ്യാൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു ഇമേജ് തന്നിട്ടുണ്ട്, അൺലോക്ക് ചെയ്യുക, ആ ബട്ടൺ പ്രസ് ചെയ്യുക, താഴോട്ട് വീഴും. ഓക്കെ, കയറ്റുമ്പോൾ കയറ്റുക, പ്രസ് ദ ബട്ടൺ, അകത്തോട്ട് കയറി. ഓക്കെ, you have a handle and battery, handle cum battery, and then the tripod stand. അങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഓക്കെ, ആൻഡ് there you have your gimbal. ഫുള്ള് റെഡി ആയിട്ടില്ല. ഓക്കെ, ഇതാണ് മെയിൻ സംഭവം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്. ഈ പ്ലേറ്റിലാണ് നമ്മുടെ ഈ ക്യാമറ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ വയ്ക്കാം. ഫ്രെയിമിലുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പ്ലേറ്റിൻ്റെ ഇവിടെ ഒരു ആരോ ഉണ്ട്. ഓക്കെ, ഈ ആരോ കണ്ടാൽ അതെന്താ കാണിക്കുക വെച്ചാൽ നിങ്ങളുടെ ക്യാമറയുടെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ആരോ മീൻ ചെയ്യുന്നത്. സോ ഇതിലോട്ട് അങ്ങ് സ്ലൈഡ് ചെയ്യുക. റൈറ്റ്, നിങ്ങളുടെ ഈ പ്ലേറ്റിൻ്റെ നേരെ ആയിരിക്കണം എപ്പോഴും ക്യാമറ. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ടൈറ്റ് ആവും. എന്നിട്ട് ബാക്കിൽ ഇവിടെ ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്കായി. ഇനിയിപ്പോൾ അങ്ങോട്ട് വരില്ല. അൺലോക്ക് ചെയ്യണമെങ്കിൽ എടുക്കുക. ഇത് പുറത്തോട്ട് വരില്ല. ഇവിടെ ഈ ബട്ടൺ ഉണ്ട്, പ്രസ് ചെയ്താൽ മാത്രമേ പുറത്തോട്ട് വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ വീണ്ടും അകത്തോട്ട് ഇടാം. ഒരു മിനിറ്റ്, സ്ട്രൈറ്റ്. ഓക്കെ, ഇപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഗിംബൽ എടുക്കാം. റൈറ്റ്, ഗിംബലിൽ നമുക്കിപ്പോൾ കാണാം മേളിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. റൈറ്റ്, ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് ഇടേണ്ടത്. ഈ ഗ്യാപ്പിൽ ഇപ്പോൾ എങ്ങനെയാണ് കയറ്റേണ്ടത് സുശാന്ത എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം ലാസ്റ്റിൽ വേണം വരാൻ. ഇവിടെ നമുക്ക് ഒരു കട്ട് കാണാം, എഡ്ജസിൽ ഒരു കട്ട് കാണാം. ഇവിടെ ആ കട്ടില്ല. ഈ കട്ട് നോക്കി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലോട്ട് സ്ലൈഡ് ചെയ്ത് കയറ്റിയാൽ മതി. മേക്ക് ഷുവർ ദാറ്റ്
ദിസ് തിങ് ഈസ് അൺലോക്ക്ഡ്. ഇവിടെയും സൈൻ ഉണ്ട്, അത് അൺലോക്ക് ആയിട്ട് ലൈക്ക് ഉറപ്പുവരുത്തുക, എന്നിട്ട് അകത്തോട്ട് കയറ്റുക. ഓക്കെ, സിമ്പിളായിട്ട് സാധനം കയറും. ഓക്കെ, എന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക. എൻ്റെ മുഖത്തിന് മുമ്പിലാണല്ലോ വന്നതാണ്. ഓക്കെ ഓക്കെ, യാ, പെർഫെക്റ്റ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ കയറ്റി വെച്ചു. പക്ഷെ നമുക്കിതിപ്പോൾ അറിയില്ല ഇത് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബാക്കിൽ നമുക്കിവിടെ ഒരു അൺലോക്ക് ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് ബാക്കിലല്ല, സോറി, ഫ്രണ്ടിൽ ആദ്യം അൺലോക്ക് ചെയ്യാം. ഫ്രണ്ടിൽ ആദ്യം അൺലോക്ക് ചെയ്തു, ആൻഡ് ദെൻ ബാക്കിൽ അൺലോക്ക് ചെയ്തു. സി, ക്യാമറ ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഷേപ്പിൽ വന്നു അല്ലേ. എന്നിട്ട് നമ്മളിവിടെ പതുക്കെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു ഹാൻഡിൽ. ഓക്കെ, ദിസ് ഇസ് ലോക്ക്. അപ്പോൾ നമുക്ക് ഇത് മാത്രം ബാലൻസ് ചെയ്താൽ മതി ഇപ്പോൾ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ബാലൻസ്ഡ്. വൗ, നൈസ്. ഇത് മാത്രം അൺബാലൻസ് ആയിരിക്കും. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും വെക്കുമ്പോൾ ഈ പ്ലേറ്റ് ഞാൻ ഫുള്ളി ഓപ്പൺ ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പോൾ ഞാനിവിടെ മേളിൽ അൺലോക്ക് ചെയ്തു, ആൻഡ് ദെൻ സ്ലോലി ആയി ഡ്രാഗ് ദിസ് ബാക്ക്. എന്നിട്ട് ഒന്ന് വിട്ട് നോക്കുക, വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇച്ചിരി ബാക്കിൽ കൊണ്ടുവരിക, അപ്പോൾ ഒത്തിരി ബാക്കിലായിപ്പോയി, പൊടിക്ക് മുമ്പിൽ കൊണ്ടുപോവുക, പിന്നീട് ബാക്കിലായിപ്പോയി, പൊടിക്ക് മുമ്പിൽ കൊണ്ടുവരിക. ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ്. ഓക്കെ, മേക്ക് ഷുവർ യു ലോക്ക് ദിസ്. സോറി, ലോക്ക് തിരിച്ച. ഓക്കെ, ലോക്ക്ഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ വന്ന് ഇത് ബാലൻസ് ആണ്. ഇവിടെ ഇനി ജസ്റ്റ് ഒന്ന് നോക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ഇനി അൺലോക്ക് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഞാനിപ്പോൾ ചെയ്തത് തെറ്റിപ്പോയി, കണ്ടോ, അൺബാലൻസ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യുക. പെർഫെക്റ്റ്. കുറച്ചും കൂടി, സോറി, ഓക്കെ, കുറച്ചും കൂടി ഒന്ന് താഴെ. യാ, പെർഫെക്റ്റ്. ഇതിപ്പോൾ ഓക്കെ ആയി. താഴത്തെയും കൂടി ഉണ്ട്. താഴത്തെ ഞാൻ ഇതിൽ കാണിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലോക്ക് ചെയ്യാം ഫസ്റ്റ്. നമുക്കിത് ലോക്ക് ചെയ്തു, ഇത് ലോക്ക് ചെയ്തു. ഓക്കെ, ആൻഡ് നൗ ഇവിടെ നമുക്ക് എത്ര മുമ്പോട്ട് ബാലൻസ്, ഇറ്റ് ലുക്സ് പ്രിറ്റി ഫൈൻ. യാ, ഒന്നാണില്ല. സോ ദിസ് ഈസ് ഓൾസോ ബാലൻസ്ഡ്. ഓക്കെ, ഏറ്റവും ബാക്കിലാണ് കിടക്കണേ, ബട്ട് ഇറ്റ്സ് ലൈക്ക് ബാലൻസ്ഡ്. നോ നീഡ് ടു ലൈക്ക് വറി അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പതുക്കെ ഓൺ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾ ചെയ്ത് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. അത് പ്രസ് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ സീ ഇറ്റ്സ് പെർഫെക്റ്റ് ആക്ച്വലി. ഇത് ഞാനിപ്പോൾ എങ്ങനെയാണ് കാണിക്കുക? ഇറ്റ്സ് ആക്ച്വലി പെർഫെക്റ്റ്. എല്ലാം ജസ്റ്റ് റോളിൻ്റെ അവിടെ മാത്രമാണ് ഇതായിട്ട് വന്നതാണ്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഞാനിത് എന്താ ജോയിൻറ്റ്സ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ. സോ ദ ഫസ്റ്റ് വൺ, നമ്മളിത് കണ്ടോ, ഞാൻ ഫസ്റ്റ് മേളിലത്തെ ലോക്ക് ചെയ്തത് നമ്മൾ ടിൽട്ടാണ്. ഇപ്പോൾ ഞാൻ താഴോട്ട് നോക്കിയാൽ താഴോട്ട് പോകും, മേളോട്ട് നോക്കിയാൽ മേളോട്ട് പോകും. സി, ഇത് ഞാനിപ്പോൾ ഇട്ടേണ FPV മോഡിലാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പോയിന്റ് ഏത് സൈഡിൽ നോക്കിയാലും ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്, കണ്ടോ. അപ്പോൾ ഞാൻ അതിപ്പോൾ മാറ്റിയിട്ട് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ PF മോഡ്. PF മോഡ് എന്ന് വെച്ചാൽ പാൻ ഫോളോ, പാൻ മാത്രമേ ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ സ്ട്രേറ്റ് ആണെങ്കിൽ ഇത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, കണ്ടോ, അനങ്ങൂല. ഇറ്റ് വിൽ റിമെയിൻ സ്ട്രേറ്റ്. എവിടെയാണ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കണേ അവിടെ മാത്രം, പാൻ ഫോളോയിൽ മാത്രമാണ് അത് അങ്ങോട്ട് വരുള്ളൂ. ഇപ്പോൾ PTF ആണെങ്കിൽ പാൻ ആൻഡ് ടിൽട്ട് ഫോളോ, എങ്ങോട്ടാണ് നമ്മൾ ചെയ്യണ പാൻ ഫോളോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും. ടിൽട്ട് ചെയ്താലും കണ്ടോ, താഴെ ചെയ്താലും മേടി ചെയ്താലും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ട്, ലൈക്ക് എന്തോ എവിടെയെങ്കിലും ഒരു പന്തികേട്ട് എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾക്ക് ഇവിടെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ വയ്ക്കുക, ആൻഡ് ഇതിൽ കാണാൻ പറ്റും ഒരു കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ പോവുക ആൻഡ് യു ഡു ദ കാലിബ്രേഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം ആക്സിസും വർക്കൗട്ട് ചെയ്യും. പാനാണെങ്കിൽ ടിൽട്ടാണെങ്കിലും എല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്ലാറ്റ് സർഫസ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ഫാസ്റ്റ്. കുറച്ച് സൗണ്ട് ഉണ്ടാക്കും, പക്ഷേ പേടിക്കാനില്ല, അതൊന്നുമല്ല. കാലിബ്രേഷൻ കംപ്ലീറ്റ് ആൻഡ് ഇറ്റ്സ് റെഡി ടു ഗോ. ഓക്കെ,
യാ ഇറ്റ്സ് പ്രിറ്റി നൈസ്. എല്ലാം റോല് മാത്രം ഇച്ചിരി ഇത് കാണിക്കുന്നുണ്ട്, ബട്ട് യാ എവറിത്തിങ് ഈസ് ലൈക്ക് പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ചെറിയ സ്ക്രീൻ, അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇഫ് ഐ ലൈക്ക് ജസ്റ്റ് ഡു ഡബിൾ ടാപ്പ്, 3 ടാപ്സ്, സോറി ഡബിൾ ടാപ്പ് അല്ല, 3 ടാപ്സ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ സെൽഫി ക്യാം. ഓക്കെ, സെൽഫി മോഡ്. വീണ്ടും 3 and it will go back to 2 and it will go back to normal. സോ ഇതാണ് ഞാൻ പതുക്കെ പഠിച്ചു തന്നെ ഉള്ളൂ. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഞാൻ വേറൊരു ദിവസം ചെയ്യാം, കാരണം യൂസൊക്കെ ചെയ്തിട്ടല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇന്ന് ജസ്റ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രമാണ്. ഐ തോട്ട് ഐ ഷെയർ, കാരണം ഒന്നുമില്ല, വേറെ ഉണ്ട്, കുറേ ഉണ്ട്, പക്ഷേ അങ്ങനെ വിചാരിച്ചിരിക്കും, പക്ഷെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചെങ്കിലും ഇങ്ങനെ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇന്ന് ഇവിടെ വന്ന് ഇരുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ട്, എന്താ വെച്ചാൽ എൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടേ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. ഓൾമോസ്റ്റ് 2.5 hours എൻ്റെ തന്നെ ക്ലോസപ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. എൻ്റെ വേറൊരു അടിപൊളി സാധനം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഓഫായി വിചാരിക്കുക, എല്ലാം ഓട്ടോമാറ്റിക് ലോക്കായി. ആൻഡ് ജസ്റ്റ് ഹാവ് ടു ലൈക്ക് ക്യാരി ഇറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ക്യാരി ലൈക്ക് ദിസ്. ഒരു വേറെ കൊണ്ട് ലൈക്ക് വെക്കണം, അങ്ങനെ ഊരി വെക്കണം, അങ്ങനെ ഒന്നുമില്ല. അടുത്തൊരു ചെറിയ ലൊക്കേഷൻ്റെ ഒരു ഗ്യാപ്പേ ഉള്ളെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ കൊണ്ടുപോകാം. ഓക്കെ, ആൻഡ് ദ കോസ്റ്റ് ഇസ് വാട്ട് ഐ റിയലി ലൈറ്റ്. അത്രയ്ക്ക് ഹെവി അല്ല, ജസ്റ്റ് 44,500 ആയി. ബട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഒരു ഗിംബൽ എന്ന് പറയുമ്പോൾ നിങ്ങളിനി എന്താ പറയുക, എപ്പോഴും ലെൻസോ അങ്ങനെ ഒന്നും മാറ്റുന്ന പോലൊരു സംഭവമല്ല. ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ടു ഗോ ഫോർ ലൈക്ക് 4 to 5 years നല്ലപോലെ യൂസ് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, പതുക്കെ യു ക്യാൻ ഹാവ് എ ടേസ്റ്റ് ഓഫ് വീഡിയോഗ്രാഫി ഓൾസോ. അപ്പോൾ ആ ഒരു സിൽക്കി സ്മൂത്ത് ഫുട്ടേജസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ക്ലയൻസിനും ഇഷ്ടമാവും. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓൾസോ. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണലിസമായിട്ട് ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. കുറച്ചും കൂടി നിങ്ങൾ ഗ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഒരു സ്റ്റെപ്പ് അപ്പ് എന്ന് പറയില്ലേ, 1 step മുമ്പോട്ട് പോവും. സോ യു ഹാവ് ടു യൂസ് ഇറ്റ് വെൽ ദോ, നല്ലപോലെ യൂസ് ചെയ്യണം. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. എനിക്കിന്ന് ശരിക്കും ഞാൻ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് ഇരിക്കണമെന്ന് വിചാരിച്ചു, ബട്ട് ഒന്നും നടന്നില്ല. ദെൻ ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് സേ റാൻഡംലി, നന്നായി ഇല്ലെങ്കിൽ ഇല്ല. ബട്ട് ഐ വോണ്ട് ടു ഡു ഇറ്റ് ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. വളരെ പെട്ടെന്ന് ഈ വീഡിയോ 20 മിനിറ്റിൽ സംസാരിച്ച് തീർന്നു. വാവ്, ദാറ്റ്സ് ക്വൈറ്റ്. 20 മിനിറ്റ് ഇവിടെ കാണിക്കണം, ബട്ട് ഇത് എഡിറ്റ് ചെയ്ത് തരുമ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം 10 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. സോ യാ ഇറ്റ്സ് ഓക്കെ. കുറച്ച് സമയം സംസാരിച്ച് ഐ എം ലൈക്ക് ഫീലിംഗ് ദ ഹീറ്റ് ഓൾസോ. ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ചൂടെടുത്തിട്ട് വേർത്തുകൊണ്ടിരിക്കുക. സോ യാ ഇറ്റ്സ് ഓക്കെ. എനിവേസ് ഐ ആം ലൈക്ക് ട്രൈങ് ടു ലൈക്ക് ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് ആൻഡ് ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ബാക്ക് സൂൺ. കുറേ ആയി ശ്രമിക്കണ്, പറ്റുന്നില്ല. ബട്ട് യാ നമ്മളോട് ചെയ്യണം അല്ലേ, നമ്മൾ ചെയ്യണം, അങ്ങനെ തോൽവി സമ്മതിക്കരുത്. അപ്പോൾ എനിവേസ് ഐ മീറ്റ് യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഗുഡ് ബൈ, ടേക്ക് കെയർ.